നമസ്കാരം. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തത്സമയം തങ്ങളുടെ പഞ്ചായത്തുകളിലെ വികസന വഴികളും ഇനി മുന്നേറാനിരിക്കുന്ന പാതകളുമെല്ലാം കേരള വിഷൻ ന്യൂസിലൂടെ ജനങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഗീതാ സുരേഷും കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ രൂപലേഖയുമാണ്. എല്ലാവർക്കും എൻ്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. കുളത്തൂർ പഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും പദ്ധതികളും എല്ലാം പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ സുരേഷ് ഉണ്ട്. നമസ്കാരം ശ്രീമതി ഗീത. നമസ്കാരം മാഡം. കുളത്തൂർ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള വിവിധ രംഗങ്ങളിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് കുളത്തൂർ പഞ്ചായത്ത്. ഈ ഒരു 5 വർഷക്കാലത്തെ ഭരണ കാലയളവിൽ പഞ്ചായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായി ആ ഒരു ഭരണ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട്. ഈ 5 വർഷക്കാലം ശുചിത്വ മേഖല, പിന്നെ ശുചിത്വ മേഖലയിൽ കാൽവയ്പ്പുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വയം സംരംഭങ്ങൾ, കുടുംബശ്രീ വഴി സ്വയം സംരംഭങ്ങൾ രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടേക്ക് എ ബ്രേക്ക്, അതോടൊപ്പം തന്നെ പെൺകരുത്ത്, പെണ്ണുങ്ങൾക്ക് പെൺകരുത്തുന്ന ഒരു ഫിറ്റ്നസ് സ്ഥാപനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി. പിന്നെ ഓരോ വാർഡിലെയും നമുക്ക് വെളിച്ചം, പ്രകാശം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നു മുഴുവൻ വാർഡുകളിലും. ഒപ്പം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകള്, സ്മാർട്ട് അംഗൻവാടികള്, അതെല്ലാം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കുളങ്ങളും തോടുകളും അത് നവീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NRGS തൊഴിലുറപ്പ് മേഖലയിൽ ഏറ്റവും മുൻനിരയിൽ നമുക്ക് 100% തൊഴിൽ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുളത്തൂർ പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. കുളത്തൂരിനെ കൂടുതൽ മാലിന്യമുക്ത അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ, അഴകല്ലേ കുളത്തൂർ പോലുള്ള പദ്ധതികൾ നിങ്ങൾക്ക് വിഭാവനം ചെയ്യാനെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹരിത കേരളം, അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളം തുടങ്ങിയ ക്യാമ്പയിനുകളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള പദ്ധതികൾ, അഴകല്ലേ കുളത്തൂർ പദ്ധതി എല്ലാം എങ്ങനെയാണ് നടപ്പിലാക്കി കൊണ്ടുപോകുന്നത്? എന്താണ് ഈ അഴകല്ലേ കുളത്തൂർ പദ്ധതി എന്നെല്ലാം ഒന്ന് വിശദമാക്കാമോ? ഈ പദ്ധതിക്ക് കേരള സർക്കാരിന്റെ നവകേരളം, മാലിന്യമുക്ത നവകേരളം എന്നുള്ളൊരു പ്രോഗ്രാം ഒക്ടോബർ 2-ാം തീയതി ആരംഭിച്ചു. അപ്പൊ ആദ്യം നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ചെയ്തത് ഏറ്റവും ഡോർ ടു ഡോർ ക്യാമ്പയിനാണ്. നമ്മുടെ പല കോളേജുകളിലെ NSS കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ 20 വാർഡുകളാണുള്ളത്. ആ 20 വാർഡുകളിലെയും ഒരു അവയർനെസ് കൊടുത്തിരുന്നു. അവയർനെസ് എന്ന് പറഞ്ഞത് അവരുടെ ഒരു ഡാറ്റ കളക്ഷൻ ആയിരുന്നു ആദ്യത്തെ ഘട്ടം. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ പ്ലാസ്റ്റിക് മാലിന്യം എങ്ങനെ കളയുന്നു, അവരെങ്ങനെയാണ് പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാറുണ്ടോ, കൊടുക്കാത്ത വീടുകൾ എത്ര, കൊടുക്കുന്ന വീടുകൾ എത്ര, അവരുടെ മാലിന്യങ്ങൾ എവിടെയാണ് ഡംപ് ചെയ്യുന്നത്, ആ ഒരു വീടിന്റെ ഓരോ ഡേറ്റയും നമ്മൾ ആദ്യം കളക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ പൊതു സ്ഥാപനങ്ങളിലെ സ്കൂളുകള് കുട്ടികളുടെ ഹരിത വിദ്യാലയമാക്കുവാനും ആ കുട്ടികൾക്ക് ഒരു അവയർനെസ്, പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കൈമാറേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുവാനും, ഒപ്പം തന്നെ ഈ ഒരു ക്യാമ്പയിൻ നമ്മുടെ കലാരൂപമേള ഓരോ വാർഡുകളിലെയും ക്ലീനിങ് പരിപാടി ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു മികച്ച ഒരു പദ്ധതിയാക്കിയാണ് നമ്മൾ മാറ്റിയത്. പൊതു സ്ഥലങ്ങളിൽ കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട്, അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം മാറ്റിക്കൊണ്ട് വേസ്റ്റ് ബിന്നുകളും നമുക്ക് ബോട്ടിൽ ബൂത്തുകളും അവിടെ സ്ഥാപിച്ചു. ബോർഡുകള്, പരസ്യ ബോർഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു തുടക്കം. അപ്പോ അത് പൂർത്തീകരിക്കുന്നത് മാർച്ച് 30-നോടൊക്കെ അപ്പമാണ് നമ്മൾ അഴകല്ലേ കുളത്തൂർ പ്രഖ്യാപനം
നടത്തുന്നത്. കുളത്തൂർ പഞ്ചായത്ത് കാർഷിക രംഗത്തും നിരവധിയായ പദ്ധതികൾ, അതും നവീനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. കാർഷിക രംഗത്ത് ആഴ്ചച്ചന്ത, അതുപോലെ തന്നെ വിവിധ സീസണുകൾ അനുസരിച്ച് ഓണം, അതുപോലെ തന്നെ വിഷു പോലുള്ള സീസണുകളിൽ അതിനനുസരിച്ചുള്ള വിപണന മേളകൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരത്തിൽ കാർഷിക രംഗത്ത് സ്ഥിരമായി ഇത്തരത്തിൽ നടത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? കാർഷിക രംഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത് ഏകദേശം 20 ഹെക്ടറോളം വയലുകള് അവിടെ നെല്ലുൽപാദിച്ചു കൊണ്ട് നമ്മുടെ കുടുംബശ്രീ, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാര് ഒരു നമുക്ക് ഏകദേശം ഒരു 20 ഹെക്ടറിൽ നമുക്ക് നെൽകൃഷി ചെയ്യാൻ സാധിച്ചു. ഒപ്പം തന്നെ കഴിഞ്ഞ ഓണത്തിന് ഓരോ വാർഡുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവര് ചെയ്യുന്ന സ്ഥലങ്ങള്, പാട്ടകൃഷി ചെയ്തെടുക്കുന്ന തരിശു ഭൂമികള്, അതിൽ തൊഴിലുറപ്പ് മേഖലയും കുടുംബശ്രീയും കൊണ്ട് നമ്മൾ പച്ചക്കറി കൃഷി നടത്തുകയും കൃഷി ഓഫീസ് ഉദ്യോഗസ്ഥർ മുഖേന നമുക്ക് അത് വിളവെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതൽ വിപണിയിൽ എത്തിയത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വിളവെടുത്ത വിഷമില്ലാത്ത പച്ചക്കറികളായിരുന്നു. നമുക്കത് വിൽക്കാൻ സാധിക്കുകയും ഏറ്റവും കൂടുതൽ ലാഭകരമായ കർഷകർക്ക് അത് ലഭിക്കുകയും ചെയ്തു. അപ്പോ ആ ഒരു പദ്ധതി വീണ്ടും നമ്മൾ ഈ വർഷവും 35 ഹെക്ടറിലോട്ട് മാറിയിട്ടുണ്ട്. നെൽകൃഷി ചെയ്യുന്നതിന് അവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രോജക്റ്റ് സർക്കാരിൻ്റെതായിരുന്നു. നമുക്ക് പൂവനി എന്നുള്ള ഒരു ഹെക്ടറിൽ നമുക്ക് പുഷ്പകൃഷി ചെയ്യുക. പക്ഷെ അത് മാത്രമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തതല്ല. ഞങ്ങളുടെ തന്നെ സ്വകാര്യ ഭൂമികളെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ പൂക്കൃഷി നടത്തുകയും അതിൽ നിന്ന് ആ ഭൂകൃഷിക്കനുസരിച്ച് എക്സിബിഷൻ നടത്തി ആ കർഷക കൂട്ടങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ പ്രൊമോട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഓണം കഴിഞ്ഞുള്ള ജമന്തി പൂവനി കഴിഞ്ഞിട്ട് പിന്നെ അവര് സൂര്യകാന്തി പാടമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ വീണ്ടും ചെയ്യാൻ സാധിച്ചു. സൂര്യകാന്തി വമ്പിച്ച ഉത്സവത്തോടു കൂടിയാണ് നമുക്ക് നടത്താൻ സാധിച്ചത്. കാരണം തെങ്കാശിയിൽ മാത്രമാണ് സൂര്യകാന്തി കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലും ഏകദേശം 2 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ സൂര്യകാന്തി പാടം നിർമ്മിക്കുകയും ആ സൂര്യകാന്തി പാടം ഒരുപാട് നമ്മുടെ കേരളം വിട്ടു വരുന്ന ജില്ലകളിൽ നിന്ന് വരെ നമുക്ക് ഇവിടെ വരികയും നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞും അന്യ സംസ്ഥാനത്തിൽ വന്നവർ കൂടെ നമ്മുടെ ഈ പാടം സന്ദർശിക്കാനിടയായി. അതോടൊപ്പം തന്നെയാണ് കുട്ടികളുടെ കലാപരിപാടികളും ഒപ്പം കാർഷിക മേഖലയിൽ വളർത്തിയെടുക്കാനുള്ള അവയർനെസ് ക്ലാസ്സുകളും നടത്തി വന്നു. ഇപ്പോ വീണ്ടും നമ്മള് ഹരിതം, അതായത് ന്യൂട്രീഷൻ സാധനങ്ങള് നമ്മള് എന്താ പറയുക, നെല്ല്, അതുപോലെ ഗാർലി, അത് പിന്നെ പല ഐറ്റം നമ്മളെ ന്യൂട്രീഷന്റെ പല ഐറ്റങ്ങളാണ് ഇപ്പൊ വിത്തിട്ട് വരുന്നത്. അപ്പോ അത് ഇനി ഒരു 6 മാസം, ഒരു 3-4 മാസം കൂടെ കഴിയുമ്പോൾ അതിന്റെ വിളവെടുപ്പായിരിക്കും. അങ്ങനെ ഓരോ നമ്മുടെ തന്നെ പഞ്ചായത്തുകളിൽ കൃഷിക്കാരെ വളർത്തിയെടുക്കാൻ ഈ ഒരു മേഖലയെ ആദ്യം ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നതാണ്. അതുവഴി നമ്മളെ പല വാർഡുകളിലും തരിശായി കിടക്കുന്ന ഭൂമികളിൽ വീണ്ടും ഇതുപോലൊരു കൃഷി ചെയ്യുന്നതിന് ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിച്ച് അവരെ കൃഷിയിലോട്ട് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ സംഘടിപ്പിക്കുന്നത്. ശ്രീമതി ഗീത, ഇത്തരത്തിൽ കാർഷിക മേഖലയോടൊപ്പം തന്നെ വളരെയധികം പ്രാധാന്യം ചെലുത്തേണ്ടുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ കീഴിൽ ആരോഗ്യ മേഖലയിൽ നൽകി വരുന്ന സേവനങ്ങൾ, ആയുർവേദ ഒരു വൈദ്യത്തിന്റെ പ്രചാരണം, അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറികൾ, അവയിൽ ആവശ്യമായ മരുന്നുകളും കൃത്യമായി ഡോക്ടർമാരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി പഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഓരോ വർഷവും നമ്മൾ ആരോഗ്യ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് വച്ചിട്ടുള്ളത്. ഹെൽത്ത് ഗ്രാൻഡ് പ്രോജക്റ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ വച്ചിട്ടുള്ളത് ഈ ഒരു മേഖലയ്ക്കാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഹോമിയോ, സിദ്ധ, ആയുർവേദം, ജനറൽ മെഡിസിൻ, ആലപ്പുഴ എല്ലാം ഉള്ള ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഒരു വർഷത്തേക്കുള്ള മൊത്തം മരുന്നുകളും ഏറ്റവും കൂടുതൽ ഇന്ന് വരെ ഈ പഞ്ചായത്ത് മരുന്നുകൾ ഇല്ലാതെ രോഗികൾ
രോഗികൾ തിരിച്ചു പോയിട്ടില്ല. അത്തരത്തിൽ ഏറ്റവും മേൽനോട്ടം വഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വക ആശുപത്രികളിലെല്ലാം മരുന്ന് സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ സിസ്റ്റം, ഏറ്റവും കൂടുതൽ അവർക്ക് കിടപ്പ് രോഗികൾക്ക് അവരെ വീട്ടിൽ പോയി ചികിത്സിക്കാനും അതിന് പറ്റുന്ന മുറിവുകൾ കെട്ടുവാനുള്ള ബാൻഡേജുകൾ, മരുന്നുകൾ, ഓയിൽമെന്റുകൾ, അതിനനുസരിച്ചുള്ള സാധനങ്ങൾക്ക് തുടക്കത്തിൽ 1 ലക്ഷം രൂപ വച്ച് പോയിട്ട് ഇപ്പൊ 10 ലക്ഷം രൂപയോളം പാലിയേറ്റീവ് കെയറിനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ ക്യാൻസർ പേഷ്യന്റ് ആയിക്കോട്ടെ, ഡയബറ്റിക് പേഷ്യന്റ് ആയിക്കോട്ടെ, ഏത് പേഷ്യന്റിനും നമുക്ക് സർക്കാരിന്റെ മരുന്നുകളല്ലാതെ പഞ്ചായത്തിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 25 ലക്ഷത്തിലധികമാണ് ആലപ്പുഴയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 8 ലക്ഷം 9 ലക്ഷം രൂപ വരെയാണ് ഓരോ മെഡിസിന് മാത്രമായിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സിദ്ധയ്ക്കും ഹോമിയോയ്ക്കും എല്ലാം ആയുർവേദത്തിനൊക്കെ എല്ലാം മാറ്റിവെക്കുന്നത് 10 ലക്ഷത്തിലും അധികമായിട്ടാണ് മാറ്റിവെക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ടെസ്റ്റുകളും, പിന്നെ ഒപ്പം തന്നെ ലാബുകൾ, നമുക്ക് ആയുർവേദ കഴിഞ്ഞ വർഷം തന്നെ ആയുർവേദത്തിന് ഒരു ലാബ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ജനറൽ ആശുപത്രിയിൽ കുടുംബക്ഷേമ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യാനുള്ള തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പൊ ക്യാൻസറിന്റെ ക്യാമ്പയിൻ, ജനകീയ ക്യാമ്പയിൻ നടന്നു വരികയാണ്. കുഷ്ഠരോഗത്തിന്റെ ക്യാമ്പയിൻ നമ്മൾ നടത്തി. അങ്ങനെ നിരവധി രോഗങ്ങളുടെ ക്യാമ്പയിനും അതുപോലെ തന്നെ ടെസ്റ്റുകളും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ജനങ്ങളിൽ ഇതിലൊരു ബോധവൽക്കരണമാണ് ആദ്യം നമ്മൾ നടത്തി പോയത്. കാരണം കുഷ്ഠരോഗം ആർക്കുണ്ടെന്ന് ചോദിച്ചാൽ ആരും പറയില്ല കുഷ്ഠരോഗം ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ഗ്രാമസഭയാവട്ടെ, അവിടെ നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ടെസ്റ്റുകളും കാര്യങ്ങളും ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടുവരണം. അപ്പൊ അതുവഴി ജനങ്ങൾക്കത് ആ ടെസ്റ്റിനെ കുറിച്ചും ആ രോഗങ്ങളെ കുറിച്ചും അവർക്കൊരു ബോധം ഉണ്ടാവുകയും ആ ഒരു ബോധത്തോടു കൂടെ അവർ ടെസ്റ്റിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇപ്പോ നിലവിൽ ക്യാൻസറിന്റെ ക്യാമ്പയിനാണ് നടത്തുന്നത്. നമുക്ക് സാധാരണ ജനങ്ങളിൽ ഒരു ക്യാമ്പയിൻ ആണെന്നെങ്കിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ആണെന്ന് പോലും ആൾക്കാർ വരില്ല. അവർക്ക് രോഗം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുമോ എന്നുള്ള ഭയമാണ്. പക്ഷെ രോഗമല്ല, അത് കണ്ടുപിടിച്ചാൽ നേരത്തെ ചികിത്സിക്കാം എന്നുള്ളത് നമ്മുടെ ഏത് പഞ്ചായത്തിനകത്ത് പൊതുവായ വാർഡ് തലത്തിലായാലും പഞ്ചായത്തിന്റെ പരിപാടിയായാലും നമ്മൾ ഈ അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലുപരി നിരവധി ആൾക്കാർ ഇപ്പൊ ടെസ്റ്റിന് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് അധികമായിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് ഹോസ്പിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. ശ്രീമതി ഗീത, ഇതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് പഞ്ചായത്ത് നടത്തി വരുന്ന പദ്ധതികൾ, വനിതാ ജംഗ്ഷൻ പോലുള്ള പദ്ധതികൾ വളരെ ക്രിയേറ്റീവായിക്കൊണ്ട് നടത്തിയ ഒരു പഞ്ചായത്താണ് കുളത്തൂർ പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ പദ്ധതികൾ കുടുംബശ്രീ, അയൽക്കൂട്ടം പോലുള്ള അതുകൂടി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയും പോലുള്ള രംഗങ്ങളിൽ പഞ്ചായത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? സ്ത്രീകൾക്ക് നമ്മൾ ചെയ്യാൻ സാധിച്ചത്, നമ്മുടെ 2 ഹോസ്പിറ്റലിലായിട്ട് അവരുടെ ദൈനംദിനം ജീവിതശൈലി രോഗങ്ങൾ, അതിനായിട്ടുള്ള ഒരു വ്യായാമം സ്ത്രീകൾക്ക് കിട്ടുന്നില്ല എന്നുറപ്പുള്ളത് കൊണ്ട് നമ്മൾ 2 ഹോമിയോയും ആയുർവേദ ഹോസ്പിറ്റലിലായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി യോഗ സെന്റർ ആരംഭിച്ചു. അപ്പൊ അത്തരത്തിൽ അവിടെ യോഗയാണ് നടക്കുന്നത്. അതുകൂടാതെ കുടുംബശ്രീ വഴി നമ്മളൊരു ഫിറ്റ്നസ് സെന്റർ ഇവിടെ നടത്തി വരികയാണ്. അപ്പോ ഫിറ്റ്നസ് സെന്ററിൽ പോകുന്നവർക്ക് ഫിറ്റ്നസ് സെന്ററിൽ പോകാം, അല്ലാത്തവർക്ക് യോഗയ്ക്ക് നമ്മൾ പോകാനും സ്ത്രീകൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബശ്രീയിൽ നിരവധി സംരംഭങ്ങൾ, അതിലാണ് കേരള വിഷന്റെ ഒരു അവാർഡ് നമ്മുടെ തേൻ ഹണി ഗ്രൂപ്പിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിരവധി സംരംഭങ്ങൾ, പഴമയിലേക്ക് ഉള്ള സംരംഭങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പുതുമയിലേക്ക് വരുന്നതിന് അയൽക്കൂട്ട സ്ത്രീകൾക്ക്, സംരംഭകർക്ക് നമ്മൾ ഒരു സബ്സിഡി തുക പഞ്ചായത്ത് തന്നെ അവർക്ക് അനുവദിച്ചു കൊണ്ടുള്ള പ്രോജക്റ്റ് ആണ് വച്ചിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ബാങ്കുകളിൽ നിന്നും നിരവധി വായ്പകളാണ്. ഏകദേശം കഴിഞ്ഞ വർഷത്തിൽ തന്നെ 3 കോടിയിലധികം രൂപയാണ് കുടുംബശ്രീ വഴി ജനങ്ങളിൽ സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോ ആ രീതിക്ക് അവരുടെ കാർഷിക രംഗത്തും ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും സ്ത്രീ ശാക്തീകരണത്തിലും എല്ലാം കൃത്യമായ ഒരു പുരോഗതി കഴിഞ്ഞ 5 വർഷ കാലയളവിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ
ഇനി വരുന്ന ഭാവി കാലങ്ങളിലേക്കായി വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ നടത്തണമെന്ന് ഉദ്ദേശിച്ച് ആസൂത്രണം ചെയ്തു വച്ചിട്ടുള്ള ഭാവി പദ്ധതികൾ എന്തെല്ലാമാണ്? ഭാവി പദ്ധതിയിൽ ശുചിത്വം നമ്മുടെ അഴകിലെ കുളത്തൂർ എന്ന് പറഞ്ഞതുപോലെ കുളത്തൂരിനെ ഒരു അഴകാക്കുക. നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ മെയിൻ റോഡുകൾ PW റോഡുകളെല്ലാം ലൈറ്റുകൾ നിർമ്മിക്കുക. അതുപോലെ തന്നെ ശുചിത്വ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ ശുചിത്വ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുക. ഓരോ വീടുകളിലും ബിന്നുകൾ സ്ഥാപിക്കുക. അവർക്ക് ജൈവ മാലിന്യം തിരിച്ച് മാറ്റുന്നതിനുള്ള പ്രക്രിയ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റേജ് ടാങ്കിന്ന് നമുക്ക് വേസ്റ്റുകൾ നദിയിലോട്ടും കടലിലോട്ടാണ് ഒഴുക്കുന്നത്. അപ്പൊ അത് തടയുന്നതിന് ഒരു മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് തന്നെ നമ്മൾ തുടങ്ങാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീച്ച് ഉണ്ട്, നമ്മുടെ വാർഡ് ബീച്ച് വാർഡ്, അവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക്, അതുപോലെ തന്നെ അതൊരു ടൂറിസം മേഖലയാക്കാനുള്ള പദ്ധതികളാണ് നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യുന്നത്. അതിനോടുപരി അതിനകത്ത് നമ്മൾ ഹരിത ടൂറിസം ആക്കിക്കൊണ്ടാണ് ആദ്യത്തെ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോ ഈ വക മേഖല ഞങ്ങൾക്ക് കുറച്ച് മാസമേ കിട്ടുള്ളൂ. അപ്പോ അത് പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ സേവനങ്ങൾ ഒറ്റ ഇതുവഴി ജംഗ്ഷനുകളിൽ നമുക്കൊരു ഡിജിറ്റൽ മീഡിയ പോലെ ഓരോ ജംഗ്ഷനിൽ ഘടിപ്പിക്കുക. അതിൽ നമ്മുടെ പഞ്ചായത്ത് സേവനങ്ങൾ ഓരോ വർഷവും ഓരോ പ്രാവശ്യം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും തന്നെ വളരെ വിശദമായി തന്നെ പങ്കുവച്ചു. കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷാണ് പഞ്ചായത്തിന്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും എല്ലാം നമ്മളോട് പങ്കുവച്ചത്. പഞ്ചായത്തിന്റെ വരും വർഷങ്ങളിലും ഈ ഒരു ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ഗീത.